എല്ലാവർക്കും ഹോട്ട് ആൻഡ് ടോക്കിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. 38 ദിവസങ്ങൾക്ക് ശേഷം പാലക്കാടിന്റെ MLA രാഹുൽ മാങ്കൂട്ടത്തിൽ സ്വന്തം മണ്ഡലത്തിൽ മടങ്ങിയെത്തിയിരിക്കുകയാണ്. MLA ഓഫീസിൽ ചൂലുമായി എത്തിയാണ് ലൈംഗിക വിവാദ ആരോപണങ്ങളിൽ മുഖം നഷ്ടപ്പെട്ട രാഹുലിനെ BJP സ്വാഗതം ചെയ്തത്. സ്ത്രീകളും കുട്ടികളും ട്രാൻസ്ജെൻഡേഴ്സും സൂക്ഷിക്കണമെന്ന് മൈക്ക് അനൗൺസ്മെന്റ് നടത്തിയാണ് CPIM-ന്റെ പ്രതിഷേധം. അതിനിടെ പ്രതിഷേധം ഭയന്ന് ഉച്ചവര വാഹനത്തിലുണ്ടായിരുന്ന MLA ബോർഡ് മാറ്റിയാണ് നിലവിൽ രാഹുൽ മാങ്കൂട്ടത്തിന്റെ സഞ്ചാരം. ഹോട്ട് ആൻഡ് ടോക്ക് ചോദിക്കുന്നു, രാഹുലിന്റെ ലക്ഷ്യമെന്ത്? പ്രശാന്ത് ശിവൻ BJP-യിൽ നിന്ന്, തൗഫീഖ് രാജൻ കോൺഗ്രസിൽ നിന്നും ചർച്ചയിൽ അതിഥികളായി പങ്കെടുക്കുകയാണ്. രണ്ടുപേർക്കും സ്വാഗതം. ആദ്യം തന്നെ BJP ജില്ലാ അധ്യക്ഷൻ കൂടിയായ പ്രശാന്ത് ശിവനോടാണ്. ശ്രീ പ്രശാന്ത് ശിവൻ, രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട് മണ്ഡലത്തിൽ കാല് കുത്തിയിരിക്കുന്നു. മറുപടി പറയാമോ? യെസ്, ഹലോ, പറയൂ. കാല് കുത്തിയിരിക്കുന്നു രാഹുൽ അവിടെ. BJP ഈ വിഷയത്തിൽ തുടക്കം മുതൽ പറഞ്ഞിട്ടുള്ള സ്റ്റാൻഡ് സംസ്ഥാന നേതൃത്വം വളരെ വ്യക്തമായി തന്നെ വിശദമാക്കിയിട്ടുള്ളതാണ്. രാഹുൽ മാങ്കൂട്ടത്തിൽ MLA സ്ഥാനം രാജിവെക്കുന്നതുവരെ BJP-യുടെ ഭാഗത്ത് നിന്ന് ശക്തമായ രീതിയിലുള്ള പ്രതിഷേധം ഉണ്ടാകുമെന്ന് പറഞ്ഞു. ഇന്നും അത്തരത്തിലുള്ള പ്രതിഷേധങ്ങൾ ഉണ്ടായിട്ടുണ്ട്. MLA എന്ന ഔദ്യോഗിക പദവി ഉപയോഗിച്ചുകൊണ്ട് അദ്ദേഹം പങ്കെടുക്കുന്ന പരിപാടികൾ, പൊതുപരിപാടികൾ, ഔദ്യോഗിക ഏത് തരത്തിലുള്ള പരിപാടിയാണെങ്കിലും അതിലേക്ക് ശക്തമായ പ്രതിഷേധം BJP-യുടെ ഭാഗത്തുനിന്നുണ്ടാവും. രണ്ട്, ഈ വിഷയത്തിൽ കോൺഗ്രസ് കേരളത്തിലെ ജനങ്ങളെ വിഡ്ഢികളാക്കുന്ന സമീപനമാണ് ഉണ്ടായിട്ടുള്ളത്. കോൺഗ്രസ് പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പുറത്താക്കിയെന്ന് കോൺഗ്രസ് പറയുന്ന അതേ സമയത്ത് തന്നെ രാഹുൽ നിയമസഭയിലേക്ക് എത്തുന്ന ദിവസം അദ്ദേഹത്തെ അനുഗമിച്ചത് യൂത്ത് കോൺഗ്രസിൻ്റെ ജില്ലാ അധ്യക്ഷനായ നേമം ഷജീറായിരുന്നു. ഇവിടെ പാലക്കാട് രാഹുൽ വരുന്ന സമയത്ത് അദ്ദേഹത്തെ അനുഗമിക്കുന്നത് യൂത്ത് കോൺഗ്രസിൻ്റെ നേതാക്കന്മാരും KSUവിൻ്റെ ജില്ലാ സെക്രട്ടറി അധ്യക്ഷനും ഉൾപ്പെടെയുള്ള ആളുകളാണ്. അപ്പോൾ ഇത്തരത്തിൽ ഒരു വശത്ത് രാഹുലിനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കി എന്ന് പറയുന്ന ആളുകൾ, മറുവശത്ത് അതേ പാർട്ടിയുടെ ആളുകൾ തന്നെയാണ് രാഹുലിന് സംരക്ഷണം കൊടുത്തുകൊണ്ടിരിക്കുന്നത്. പാലക്കാട് നഗരസഭാ കൗൺസിലർ ഏതാനും ദിവസങ്ങൾക്ക് മുൻപാണ് പറഞ്ഞത് രാഹുൽ ഞാൻ ചോദിച്ചത് രാഹുൽ മാങ്കൂട്ടത്തെ പാലക്കാട് അടുപ്പിക്കില്ല എന്നുള്ളതായിരുന്നല്ലോ നിങ്ങൾ ഉൾപ്പെടെയുള്ള പാർട്ടികളുടെ പ്രഖ്യാപനം. പക്ഷെ അദ്ദേഹം അവിടെ എത്തിയിരിക്കുന്നു. അല്ല, BJP ഈ വിഷയത്തിൽ തുടക്കം മുതൽ എന്താ പറഞ്ഞിട്ടുള്ളത്? MLA എന്നുള്ള പ്രിവിലേജ് ഉപയോഗിച്ചുകൊണ്ട് അദ്ദേഹം പങ്കെടുക്കുന്ന പരിപാടികളിലെല്ലാം തന്നെ ശക്തമായ പ്രതിഷേധം BJP-യുടെ ഭാഗത്തുനിന്നുണ്ടാവുമെന്ന് പറഞ്ഞു. ഞങ്ങൾ ഈ വിഷയത്തിൽ തുടക്കം തന്നെ പറഞ്ഞിട്ടുണ്ട്. ഇതിനകത്ത് അദ്ദേഹം ഒരു മരണത്തിന് വരുന്നു, അല്ലെങ്കിൽ ഒരു കല്യാണത്തിന് വരുന്നു, ഒരു ആശുപത്രിയിലേക്ക്, കോയമ്പത്തൂരിലേക്ക് പോകുന്ന ഈ വഴിയിലൂടെയാണ്. അങ്ങനെ വഴിനീളെ തടയുക എന്നുള്ളതല്ല ഞങ്ങളുടെ സ്റ്റാൻഡ്. ഔദ്യോഗിക പരിപാടികളിൽ അദ്ദേഹം പങ്കെടുക്കുന്ന സമയത്ത് അതിനെതിരെ ശക്തമായ പ്രതിഷേധം BJP-യുടെ ഭാഗത്തുനിന്നുണ്ടാവുമെന്ന് പറഞ്ഞു. ഇന്ന് അദ്ദേഹം ഒരു പാലക്കാട് ഒരു വീട്ടിൽ വരുന്നുണ്ട്. അവിടുന്ന് ഉടനടി മണ്ണാർക്കാട്ടേക്ക് പോകുന്നു. അവിടുന്ന് MLA ബോർഡ് ഇല്ലാതെയാണ് അടുത്ത വാഹനത്തിൽ വരുന്നത്. ഇത്തരത്തിൽ ഒരു ഒളിച്ചും പാത്തും പാലക്കാട് മണ്ഡലത്തിലൂടെ നടക്കേണ്ട ഗതികേട് പാലക്കാട് MLA-ക്ക് വന്നിരിക്കുകയാണ്. ഇതിനകത്ത് പാലക്കാട്ടെ കോൺഗ്രസിൻ്റെ നേതാക്കന്മാർ ഒരു കാര്യം വ്യക്തമാക്കുവാനായി തയ്യാറാണ്. കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിക്ക് കീഴിലാണോ പാലക്കാട്ടെ കോൺഗ്രസ് കമ്മിറ്റി പ്രവർത്തിക്കുന്നതെന്ന് പറയുവാൻ തയ്യാറാണ്. ഇവിടെ കോൺഗ്രസ് പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പുറത്താക്കി എന്ന് പറയുന്ന ഒരാളെ അദ്ദേഹം പങ്കെടുക്കുന്ന പരിപാടികളിലെല്ലാം ആവശ്യമായ സംരക്ഷണം ഒരുക്കി അനുഗമിക്കുന്നത് കോൺഗ്രസിൻ്റെ നേതാക്കന്മാരാണ്. അപ്പോൾ ഇവിടെ സംസ്ഥാന നേതൃത്വം പറയുന്നതിനെ അവഗണിക്കുകയാണോ പാലക്കാട്ടെ കോൺഗ്രസ് നേതാക്കന്മാർ ചെയ്യുന്നത്? പാലക്കാട്ടെ ഒരു നഗരസഭാ കൗൺസിലർ ഉൾപ്പെടെ പറയുന്നു അദ്ദേഹത്തിന് ആവശ്യമായ സംരക്ഷണം ഞങ്ങൾ കൊടുക്കുമെന്ന്. അപ്പോൾ ഇവിടെ കോൺഗ്രസ് പാർട്ടി ആരെയാണ് പറ്റിക്കുന്നത്? VD സതീശൻ പ്രതിപക്ഷ നേതാവ്, അദ്ദേഹം എന്താണ് തുടക്കത്തിൽ പറഞ്ഞിരുന്നത്? അദ്ദേഹം പറഞ്ഞ കാര്യം രാഹുൽ സഭയിലെത്താൻ സാധ്യതയില്ല എന്ന് പറഞ്ഞു. തൊട്ടടുത്ത ദിവസം നിയമസഭാ സമ്മേളനത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ പങ്കെടുത്തു. ഇന്നലെ VD സതീശൻ എന്താണ് പറഞ്ഞത്? ഇത് കൂട്ടായി എടുത്തൊരു തീരുമാനമാണ് ഈ വിഷയത്തിൽ എന്നാ പറഞ്ഞത്. ശ്രീ പ്രശാന്ത് ശിവൻ, ഇപ്പോൾ നമ്മൾ തത്സമയം കാണുന്ന ദൃശ്യം ഒരുപക്ഷെ എനിക്ക് കാണാനാകുന്നുണ്ടോ എന്നറിയില്ല. പക്ഷേ ഇപ്പോൾ ഞങ്ങൾ തത്സമയം കാണിക്കുന്ന ദൃശ്യങ്ങളിൽ ഒന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ ആ MLA ഓഫീസിൽ എത്തിയിരിക്കുന്ന ദൃശ്യങ്ങളാണ്. രാഹുൽ മാങ്കൂട്ടത്തിൽ MLA ഓഫീസിൽ എത്തി എന്ന് പറഞ്ഞാൽ MLA എന്ന കപ്പാസിറ്റി ഉപയോഗിക്കുന്നു എന്നുള്ളതാണല്ലോ, ഔദ്യോഗികമായ ഓഫീസാണല്ലോ അത്.
അല്ല, MLA ഓഫീസിൽ അദ്ദേഹം എത്തിയിട്ടുണ്ട്. ഇന്ന് കാലത്ത് BJP പ്രതിഷേധം ഉണ്ടായിരുന്നില്ലേ? ജനാധിപത്യപരമായ രീതിയിലുള്ള പ്രതിഷേധം. നിങ്ങൾ എന്താ ഉദ്ദേശിക്കുന്നത്? അദ്ദേഹത്തെ തെരുവിൽ കൈകാര്യം ചെയ്യണമെന്നാണ് ഉദ്ദേശിക്കുന്നത്? അല്ല, അങ്ങനെയല്ല ഞങ്ങൾ പറഞ്ഞത്. MLA ഓഫീസിൽ എത്തിയെന്ന് പറയുമ്പോൾ MLAയുടെ ചുമതലകൾ നിർവഹിക്കാൻ അദ്ദേഹം തയ്യാറാകുന്നു അല്ലെങ്കിൽ നിർവഹിക്കുന്നു എന്നുള്ളതല്ലേ? അവിടെ എത്തിയ ആളുകൾക്ക് അദ്ദേഹത്തെ കാണാം, അദ്ദേഹത്തിന് ഒരു നിയമസഭാ സാമാജികൻ എന്ന നിലയിൽ പ്രവർത്തിക്കാം. അപ്പോൾ MLA ആയി തുടരുകയല്ലേ? അങ്ങനെ പയ്യെ ആക്റ്റീവ് ആവുകയല്ലേ? പ്രതിഷേധം BJPയുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടില്ലേ? ഇനി അദ്ദേഹം അവിടെ ഇത്തരത്തിൽ മണ്ഡലത്തിൽ ഇതുപോലുള്ള പരിപാടികൾ തുടരുന്ന പക്ഷത്തിൽ BJPയുടെ ഭാഗത്തു നിന്ന് സമരമുറകൾ ഉണ്ടായിക്കൊണ്ടിരിക്കും. ഇന്നും സമരം ഉണ്ടായിരുന്നല്ലോ പാർട്ടിയുടെ ഭാഗത്തുനിന്ന്. അല്ല, ഇത് യഥാർത്ഥത്തിൽ എന്താണ് പ്രശാന്ത് കരുതുന്നത്? രാഹുൽ അവിടെ എത്തി പയ്യെ ആക്റ്റീവ് ആവാം, കുറച്ച് പ്രതിഷേധങ്ങളൊക്കെ ഉണ്ടാവും, അതങ്ങ് അന്തരീക്ഷത്തിൽ അലിഞ്ഞു പോകും എന്നായിരിക്കുമോ രാഹുൽ കരുതുന്നത്? അങ്ങനെ പയ്യെ ആക്റ്റീവ് ആകാം എന്ന ഒരു തീരുമാനമായിരിക്കുമോ രാഹുലിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുക? എന്താ പ്രശാന്തിന് തോന്നുന്നത്? അല്ല, അദ്ദേഹം പയ്യെ ആക്റ്റീവായാലും വേഗത്തിൽ ആക്റ്റീവായാലും BJP എടുത്തിട്ടുള്ള നിലപാട് വളരെ കൃത്യമാണ്. ആ സ്റ്റാൻഡിൽ തന്നെയാണ് പാർട്ടി ഉറച്ചു നിൽക്കുന്നത്. ഇവിടെ പാർട്ടി പ്രവർത്തകർ ശക്തമായ രീതിയിലുള്ള പ്രതിഷേധം പാലക്കാട്ട് ജനങ്ങളെ അണിനിരത്തിക്കൊണ്ട് സംഘടിപ്പിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതേ പ്രതിഷേധവുമായി പാർട്ടി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. MLA സ്ഥാനം രാജിവെക്കുന്നതുവരെ ശക്തമായ പ്രതിഷേധം BJPയുടെ ഭാഗത്തുനിന്നുണ്ടാവും. ശരി, അങ്ങ് തുടരുക. ഇപ്പോൾ ശ്രീ തൗഫീഖ് രാജൻ കൂടി നമുക്കൊപ്പം ചേരുകയാണ്. ശ്രീ തൗഫീഖ് രാജൻ, രാഹുൽ മാങ്കൂട്ടത്തിൽ 38 ദിവസങ്ങൾക്ക് ശേഷമാണ് പാലക്കാട് മണ്ഡലത്തിൽ എത്തിയിരിക്കുന്നത്. അവിടെയുള്ള ജനങ്ങളെ സംബന്ധിച്ചൊരു MLAയോട് അവർക്ക് അറിയിക്കേണ്ട കാര്യങ്ങൾ, അവരുടെ ആവശ്യങ്ങൾ, അവരുടെ പ്രശ്നങ്ങൾ ഉൾപ്പെടെ ഈ 38 ദിവസമായും അവർക്ക് അറിയിക്കാൻ ഏതെങ്കിലും വഴിയുണ്ടായിരുന്നോ എന്നുള്ള കാര്യം നമുക്ക് അറിയില്ല. പരാതികൾ ആ വിധത്തിൽ ഉണ്ടാവുകയും ചെയ്തിരുന്നു. എന്തായാലും 38 ദിവസങ്ങൾക്ക് ശേഷം അവിടെ എത്തിയപ്പോഴും ഒളിച്ചും പാത്തും പതങ്ങിയും എന്ന വിധത്തിൽ MLA ബോർഡ് ഉൾപ്പെടെ മാറ്റി സഞ്ചരിക്കേണ്ട ഒരു അവസ്ഥ അവിടെ ഉണ്ടായിരുന്നു. യഥാർത്ഥത്തിൽ കോൺഗ്രസിന് ഈ വിധത്തിലൊരു MLA ഇങ്ങനെ ഹാൻഡ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? അല്ല, ഇവിടെ ബിനിലെ രാഹുൽ മാങ്കൂട്ടത്തിൽ ഏതാണ്ട് ഒളിച്ചുപോയി എന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. കാരണം രാഹുൽ മാങ്കൂട്ടത്തിൽ ന്യായീകരിക്കാനല്ല ഞാൻ ഇവിടെ ഇരിക്കുന്നത്. അതിനപ്പുറത്തേക്ക് രാഹുൽ മാങ്കൂട്ടം ഒളിച്ചുപോയി എന്നടക്കമുള്ള പരാമർശം ശരിയല്ല. കാരണം അങ്ങയുടെ ചാനലടക്കമുള്ള മാധ്യമങ്ങളുടെ വലിയ അകമടി ഒരു വശത്തുണ്ടായിരുന്നു, ഇവിടെ പ്രതിഷേധങ്ങൾ മറുവശത്തുണ്ടായിരുന്നു. അതിന്റെ നടുവിലൂടെ തന്നെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട് ഇന്ന് എത്തിയത്. സ്വാഭാവികമായിട്ടും ഇവിടെ രാഹുൽ മാങ്കൂട്ടത്തിൽ ഞാൻ അതിലേക്കാണ് വരുന്നത്. ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട് നിയമസഭാ അംഗമാണ്. പാലക്കാട്ടെ സമ്മതിദായകർ വോട്ട് രേഖപ്പെടുത്തി മികച്ച ഭൂരിപക്ഷത്തോടുകൂടി അദ്ദേഹത്തെ നിയമസഭയിലേക്ക് എത്തിച്ച വ്യക്തിയാണ്. സ്വാഭാവികമായിട്ടും ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിന് പാലക്കാട് വരുന്നതിൽ എന്താണ് അയോഗ്യത, എന്താണ് തടസ്സം എന്നതിനെ സംബന്ധിച്ച് എനിക്ക് വ്യക്തമായി അറിയില്ല. സ്വാഭാവികമായിട്ടും ഒരു MLA എന്നുള്ള നിലയിൽ, അത് ബഹുമാനപ്പെട്ട KPCC പ്രസിഡന്റ് അടക്കം വ്യക്തമാക്കിയിട്ടുണ്ട്, ഒരു MLA എന്നുള്ള രീതിയിൽ, MLA എന്നുള്ള തലത്തിൽ അദ്ദേഹത്തിന് പാലക്കാട് വരുന്നതിനോ നിയമസഭയിൽ വരുന്നതിനോ ഒക്കെ അദ്ദേഹത്തിൻ്റെതായ അവകാശമുണ്ട്. ആസ് എ പേഴ്സൺ, ആസ് എ നിയമസഭാ സാമാജികൻ എന്ന നിലയിൽ അദ്ദേഹത്തിന് വ്യക്തിപരമായ അവകാശമുണ്ട്. ഇനി പാർട്ടി നടപടി സംബന്ധിച്ച് വളരെ കൃത്യമായി ബിന്നിലടക്കം അറിയാമല്ലോ. പേര് പോലും പരാമർശിക്കാതെ ഒരു യുവനടി ഇത്തരത്തിൽ ആരോപണം ഉന്നയിച്ച സമയത്ത് മണിക്കൂറുകൾക്കകം അദ്ദേഹത്തെ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ പദവിയിൽ നിന്ന് മാറ്റി മാതൃകാപരമായ നടപടി സ്വീകരിച്ചത് മുതൽ അതിനിപ്പുറത്തേക്ക് അദ്ദേഹത്തെ പാർട്ടി സസ്പെൻഡ് ചെയ്ത് പുറത്തു നിർത്തുന്ന ഒരു സാഹചര്യമുണ്ടായി. മറ്റു രാഷ്ട്രീയ പാർട്ടിയും സ്വീകരിക്കാത്ത വിധം, മറ്റു രാഷ്ട്രീയ പാർട്ടിയും നാളിതുവരെ സ്വീകരിക്കാത്ത വിധം തികച്ചും മാതൃകാപരമായിട്ടുള്ള ഒരു സമീപനമാണ് ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയവുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് പാർട്ടി തീരുമാനിച്ചത്. ഈ പാർട്ടി തീരുമാനത്തെ പറ്റി അറിഞ്ഞില്ലേ? അവർ VD സതീശൻ പറഞ്ഞ കാര്യങ്ങളെ പറ്റി അറിഞ്ഞില്ലേ? എന്തിനാണ് അവർ രാഹുലിന്റെ പുറകെ നടക്കുന്നത്? ഞാൻ അങ്ങ് ചോദിച്ച എല്ലാ ചോദ്യത്തിനും ഉത്തരം പറയും. അതിലേക്ക് തന്നെയാണ് വരുന്നത്. ശ്രീ നിഖിൽ കണ്ണാടിയും നേമം ഷജീർ അടക്കമുള്ളവർ അദ്ദേഹത്തോടൊപ്പം പോയ വിഷയത്തിലേക്ക് തന്നെയാണ് വരുന്നത്. സ്വാഭാവികമായിട്ടും പാർട്ടി നടപടിയെടുത്ത ആൾ എന്നതിനർത്ഥം ഏതാണ്ട് ഊരുവിലക്ക് കൽപ്പിക്കപ്പെട്ട ആൾ, ഊരുവിലക്ക് ഏർപ്പെടുത്തിയ ആൾ എന്നൊന്നുമല്ലല്ലോ. സ്വാഭാവികമായിട്ടും കോൺഗ്രസ് ഒരാൾക്കും, എൻ്റെ അറിവ് ശരിയാണെങ്കിൽ കോൺഗ്രസ് ഒരാൾക്കും നാളെ ഇതുവരെ ഊരുവിലക്ക് പ്രഖ്യാപിച്ചിട്ടില്ല, ഊരുവിലക്ക് ഏർപ്പെടുത്തിയിട്ടില്ല. അത്തരത്തിൽ ഒരു തൊട്ടുകൂടായ്മയോ ഒരു തീണ്ടിക്കൂടായ്മയോ ഒരു ഊരുവിലക്കോ ഇല്ലെങ്കിൽ അദ്ദേഹത്തെ കണ്ടുകൂടായ്മയോ ഇത്തരത്തിൽ യാതൊരു വിധത്തിലുള്ള വിലക്കുകളും ഈ സമൂഹത്തിൽ നിലനിന്നിരുന്ന യാതൊരു തരത്തിലുമുള്ള വിലക്കുകളും ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കാര്യത്തിൽ കോൺഗ്രസ് എടുത്തിട്ടില്ല. സ്വാഭാവികമായിട്ടും അദ്ദേഹത്തെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയിട്ടുണ്ട്. ആ ഘട്ടത്തിൽ നേമം ഷജീറും ഒപ്പം തന്നെ ഞങ്ങളുടെ KSU ജില്ലാ പ്രസിഡന്റ് നിഖിൽ കണ്ണാടിയും എന്തുകൊണ്ട് പോയി എന്നുള്ളതാണ് അങ്ങയുടെ ചോദ്യം. അതിലേക്ക് വരികയാണെങ്കിൽ യൂത്ത് കോൺഗ്രസിന്റെ തിരുവനന്തപുരം ജില്ലാ പ്രസിഡന്റായിട്ടുള്ള നേമം ഷജീർ നിയമസഭ നടക്കുന്ന സമയത്ത് അദ്ദേഹത്തോടൊപ്പം നിയമസഭയിലേക്ക് എത്തുന്ന ഒരു സാഹചര്യം നമ്മൾ എല്ലാവരും കണ്ടതാണ്. സ്വാഭാവികമായിട്ടും രാഹുൽ മാങ്കൂട്ടത്തിനുമായി വ്യക്തിപരമായി ബന്ധം പുലർത്തുന്ന ആളുകളാണ്. ഞാൻ മുൻപ് സൂചിപ്പിച്ചതുപോലെ അദ്ദേഹത്തിന് ഏതാണ്ട് ഊരുവിലക്കൊന്നും ഞങ്ങളാരും പ്രഖ്യാപിച്ചിട്ടില്ല.
വ്യക്തിപരമായി ബന്ധമുള്ള ആളെന്ന നിലയ്ക്ക്, വ്യക്തിപരമായി അദ്ദേഹം രാഹുൽ മാങ്കൂട്ടവുമായി ബന്ധമുള്ള ആളെന്ന നിലയ്ക്ക്, അദ്ദേഹവുമായി ബന്ധം പുലർത്തുന്ന ആളെന്ന നിലയ്ക്ക് അദ്ദേഹത്തോട് സംസാരിക്കരുത്, അദ്ദേഹത്തെ കാണരുത് എന്നൊന്നും പറയാൻ ഞങ്ങൾക്ക് കഴിയില്ല. സ്വാഭാവികമായും രാഹുൽ മാങ്കൂട്ടത്തിലുമായി വ്യക്തിപരമായി ബന്ധം പുലർത്തുന്ന ആളെന്ന നിലയിൽ നേമം ഷജീർ ശ്രീ രാഹുൽ മാങ്കൂട്ടത്തെ കണ്ടിട്ടുണ്ടാകാം, അദ്ദേഹത്തെ നിയമസഭയിൽ അദ്ദേഹത്തോടൊപ്പം ചെന്നിട്ടുണ്ടാകാം. അതിനപ്പുറത്തേക്ക് ഇവിടെ അങ്ങടക്കം കണ്ടതാണല്ലോ, അദ്ദേഹം നിയമസഭയിൽ നിന്ന് ഇറങ്ങിയ സമയം SFI ഒരു സമരവുമായി വന്നു. SFIയുടെ ജില്ലാ സെക്രട്ടറി അദ്ദേഹം പറഞ്ഞ പരാമർശമടക്കം അങ്ങ് കണ്ടിട്ടുണ്ടാകും. വേറൊന്നുമില്ല, ഞങ്ങൾ SFIക്കാർ ഇവിടെ രാഹുൽ ഒന്ന് സംസാരിക്കുന്നുണ്ട്, ഒന്ന് കേട്ടു വരാം. ഔദ്യോഗിക പരിപാടികൾ എന്തെങ്കിലും ഉണ്ടോ? വരും ദിവസങ്ങളിൽ ഔദ്യോഗിക പരിപാടികളുണ്ടോ? സാധാരണഗതിയിൽ അറിയിക്കുന്ന പോലെ സാധാരണഗതിയിൽ അറിയിക്കുന്നത് പോലെ തന്നെ അറിയിക്കും. ഇല്ലാണ്ടിരിക്കാൻ കാര്യം ആ കാര്യങ്ങളൊക്കെ അറിയിക്കാം. പരിപാടികൾ അറിയിക്കാം. ഔദ്യോഗിക പരിപാടികളിൽ പ്രതിഷേധം ഉണ്ടാവും എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത്. എങ്ങനെ കാണുന്നു? വിശദമായിട്ട് സംസാരിക്കാം. പിന്നെ പ്രതിഷേധങ്ങളോടൊന്നും ഒരു കാലത്തും നമുക്കങ്ങനെ നിഷേധാത്മകമായ സമീപനമൊന്നുമല്ലോ. ഒരുപാട് പ്രതിഷേധങ്ങൾ നടത്തിയ ഒരാളല്ലേ ഞാൻ. പ്രതിഷേധങ്ങളുണ്ടാകട്ടെ, ജനാധിപത്യത്തിൽ പ്രതിഷേധങ്ങളല്ലേ ജനാധിപത്യത്തെ ശക്തിപ്പെടുത്തുന്നത്. അതങ്ങനെ നടക്കട്ടെ. ബാക്കി നമുക്ക് വിശദമായിട്ട് സംസാരിക്കാം. അറിയിക്കാറുണ്ടല്ലോ, എപ്പോഴും അറിയിക്കാറുണ്ടല്ലോ. പുതുതായിട്ടൊന്നുമില്ല. ഇല്ലല്ലോ, ഞാൻ ഒരുപാട് പ്രതിഷേധം നടത്തിയ ആളല്ലേ. കാണാതിരിക്കേണ്ടതിൽ കാരണമുണ്ടോ? അല്ല, നമുക്ക് വിശദമായിട്ട് സംസാരിക്കാം. വിശദമായിട്ട് തന്നെ സംസാരിക്കാം കേട്ടോ. താങ്ക് യു. ശ്രീ തൗഫിക് രാജൻ, അങ്ങയിലേക്ക് ഞാൻ തിരികെ വരാം. അങ്ങേക്ക് മറുപടി പറയാനുള്ള അവസരം ഞാൻ നഷ്ടമാക്കില്ല. ശ്രീ പ്രശാന്ത് ശിവനോടാണ് ചോദ്യം. ശ്രീ പ്രശാന്ത് ശിവൻ, ഇപ്പോൾ രാഹുൽ അവിടെ എത്തിയിരിക്കുന്നു, രാഹുൽ പൊതുപരിപാടികൾ ഉൾപ്പെടെ പങ്കെടുക്കും എന്ന് വ്യക്തമാക്കിയിരിക്കുകയാണ്. ബൈറ്റ് അങ്ങും കേട്ടിട്ടുണ്ടാകും. BJPയുടെ ഭാഗത്തുനിന്ന് തുടക്കത്തിൽ തന്നെ പറഞ്ഞു, അദ്ദേഹം MLA സ്ഥാനം രാജിവെക്കുന്നതുവരെ ശക്തമായ പ്രതിഷേധങ്ങൾ BJPയുടെ ഭാഗത്തുനിന്നുണ്ടാവും. 2, അദ്ദേഹം പരിപാടിയിൽ പങ്കെടുക്കാനാണ് അദ്ദേഹത്തിൻ്റെ തീരുമാനം. അത് അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ തീരുമാനമാണ്. പാർട്ടി തീരുമാനം ഞാനിവിടെ പറഞ്ഞു. BJPയുടെ സ്റ്റാൻഡ് എന്നുള്ളത് വളരെ കൃത്യമായി പറഞ്ഞു. കോൺഗ്രസിൻ്റെ പ്രതിനിധികൾ വ്യക്തമാക്കേണ്ട ചില ചോദ്യങ്ങളുണ്ട്. ഞാൻ നേരത്തെ ചോദിച്ച ചില ചോദ്യങ്ങളുണ്ട്. അദ്ദേഹത്തിനോട് വ്യക്തിപരമായ ബന്ധത്തിൻ്റെ പേരിലാണ് പോയത് എന്നുണ്ടെങ്കിൽ പാലക്കാട് നഗരസഭാ കൗൺസിലർ വളരെ കൃത്യമായി പത്രക്കാരെ ഉൾപ്പെടെ കണ്ടുകൊണ്ട് പറഞ്ഞിട്ടുണ്ട്, രാഹുൽ MLA എന്ന സ്ഥാനത്ത്, രാഹുൽ മാങ്കൂട്ടത്തിൽ MLA പാലക്കാട് വരികയാണെങ്കിൽ ഞങ്ങൾ പ്രതിരോധം തീർക്കും, സംരക്ഷണം തീർക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതെന്താ കോൺഗ്രസ് പാർട്ടിയുടെ തീരുമാനത്തെ വകവയ്ക്കാതെയാണോ പറയുന്നത്? പിന്നെ ഊരുവിലക്ക് കൽപ്പിച്ചിട്ടില്ല എന്നൊക്കെ പറഞ്ഞിരുന്നു. ഈ സസ്പെൻഷൻ എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം പാർട്ടി അംഗത്വത്തിൽ നിന്ന് പുറത്താക്കുന്നു. പക്ഷേ പാർട്ടി പ്രവർത്തകർ എല്ലാം അദ്ദേഹത്തോടൊപ്പം പരിപാടികളിൽ പങ്കെടുക്കാം, അദ്ദേഹത്തിന് പാർട്ടി പരിപാടികളിലെല്ലാം പങ്കെടുക്കാം. അദ്ദേഹം ഇരിക്കുന്ന ചുമതലയിൽ നിന്ന് മാറി നിൽക്കുന്നു എന്നത് മാത്രമാണോ ഈ സസ്പെൻഷൻ കൊണ്ട് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെന്ന് ഈ കേരളത്തിലെ ജനങ്ങളോടൊന്ന് വ്യക്തമാക്കുവാൻ കോൺഗ്രസ് നേതൃത്വം തയ്യാറായാൽ നന്നായിരുന്നു. പക്ഷേ ഇതോടൊപ്പം എല്ലാം ഈ കഴിഞ്ഞ 38 ദിവസമായി നിരന്തരമായി ചോദിച്ചുകൊണ്ടിരിക്കുന്ന ചോദ്യമുണ്ട്. ഈ പുറത്തു വന്നിരിക്കുന്ന ശബ്ദ സന്ദേശം ആരുടേതാണ്? അത് രാഹുലിൻ്റേതല്ല എന്ന് പറയുവാനായിട്ട് രാഹുലോ കോൺഗ്രസ് പാർട്ടിയുടെ നേതാക്കന്മാരോ തയ്യാറായിട്ടില്ല. പിന്നെ വളരെ ഗൗരവമായ പരാതി പാർട്ടിക്ക് ലഭിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഒരു പിതൃതുല്യൻ എന്ന തരത്തിൽ ഈ വിഷയത്തിൽ ഇടപെട്ടുകൊണ്ട് അദ്ദേഹത്തിനെതിരെ ശക്തമായ നടപടി സ്വീകരിച്ചത് എന്ന് VD സതീശൻ പറയുന്ന സമയത്ത്, മറുവശത്ത് നിന്നുകൊണ്ട് പാലക്കാട്ടെ കോൺഗ്രസ്സുകാർ പറയുന്നു ഞങ്ങൾ ആവശ്യമായ സംരക്ഷണം ഒരുക്കുമെന്ന് പറയുന്നു. അപ്പോൾ ഈ ഗുരുതരമായ പരാതിയിൽ വളരെ ഗൗരവമായ രീതിയിൽ ഇടപെട്ടു എന്നൊക്കെ സതീശൻ പറയുന്ന സമയത്ത്, മറുവശത്ത് പാലക്കാട്ട് കോൺഗ്രസ്സുകാർ ഈ സ്റ്റാൻഡ് എടുക്കുന്ന സമയത്ത് കോൺഗ്രസ് പാർട്ടിയുടെ നിലപാട് എന്താണെന്ന് വ്യക്തമാക്കുവാൻ കോൺഗ്രസ് പാർട്ടിയുടെ പ്രതിനിധി തയ്യാറാവണമെന്നാണ് എനിക്ക് റിക്വസ്റ്റ് ചെയ്യാനുള്ളത്. ശ്രീ തൗഫിക്ക് മറുപടി പറയാം. ഞാൻ പറഞ്ഞത് പൂർത്തിയാക്കിയ ശേഷം അതിലേക്ക് വരാം. ശ്രീ പ്രശാന്ത് ശിവൻ ചോദിച്ച ചോദ്യങ്ങളിലേക്ക്. അതായത് യൂത്ത് കോൺഗ്രസിൻ്റെ തിരുവനന്തപുരം ജില്ലാ പ്രസിഡന്റുമായി ബന്ധപ്പെട്ട പരാമർശമാണ് അങ്ങ് ചോദിച്ചത്. ഞാൻ പറഞ്ഞു, നിയമസഭയിൽ നിന്നിറങ്ങി അദ്ദേഹം MLA ഹോസ്റ്റലിലേക്ക് വരുന്ന സമയം SFI പ്രവർത്തകർ ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വാഹനം തടയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ആ ഘട്ടത്തിൽ SFI ജില്ലാ സെക്രട്ടറി പറഞ്ഞത് ഞങ്ങൾ SFIക്കാർ ഇവിടെയൊക്കെ ഉണ്ട് എന്നൊന്ന് ധരിപ്പിക്കാൻ വേണ്ടി വന്നതാണ് എന്ന തരത്തിലുള്ള പരാമർശം നടത്തിക്കൊണ്ടായി വാഹനം തടഞ്ഞ ഘട്ടത്തിൽ ഏതെങ്കിലും യൂത്ത് കോൺഗ്രസ്സുകാരോ ഏതെങ്കിലും KSUക്കാരോ അതിന് തിരിച്ച് പ്രതിരോധം തീർക്കാനോ അതിന് തിരിച്ച് സംരക്ഷണ കവചം ഒരുക്കാനോ അവിടെ ഉണ്ടായിരുന്നില്ല എന്നുള്ളത് അങ്ങ് മറക്കരുത്. അതിനോടൊപ്പം തന്നെ ഇന്ന്
ഇന്ന് ഞങ്ങളുടെ KSU ജില്ലാ പ്രസിഡന്റ്, പാലക്കാട് ജില്ലാ പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തോടൊപ്പം ഒരു മരണ വീട്ടിൽ പോയി എന്നുള്ളതാണ് ഇവിടെ വലിയ ആശങ്കയായി, വലിയ ഗുരുതര കുറ്റമായി ചൂണ്ടിക്കാട്ടുന്നതെങ്കിൽ വളരെ കൃത്യമായി ചൂണ്ടിക്കാട്ടിക്കാൻ ആഗ്രഹിക്കുന്നു. ശ്രീ നിഖിൽ കണ്ണാടി പഞ്ചായത്തുകാരനാണ്. പാലക്കാട് നിയമസഭയിൽ തന്നെ പെട്ട കണ്ണാടി പഞ്ചായത്തിൽപ്പെട്ട ഒരു വോട്ടറാണ്. KSUവിൻ്റെ ജില്ലാ പ്രസിഡന്റ് എന്നതിനപ്പുറം സ്വാഭാവികമായിട്ട് ആ മണ്ഡലത്തിലെ വോട്ടർ എന്ന നിലയിൽ ആ മണ്ഡലത്തിലെ MLA വരുമ്പോൾ ആ MLAയോടൊപ്പം പോയി എന്നതിന് എന്താണ് തെറ്റെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അതിനപ്പുറത്തേക്ക് ഏതെങ്കിലും KSU പരിപാടികളിലോ ഏതെങ്കിലും യൂത്ത് കോൺഗ്രസ് പരിപാടികളിലോ ഏതെങ്കിലും കോൺഗ്രസ് പരിപാടികളിലോ കോൺഗ്രസ് പ്ലാറ്റ്ഫോമിൽ കോൺഗ്രസ് സംഘടനാപരമായി പുറത്താക്കിയിരിക്കുന്ന ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിലെ ഏതെങ്കിലും കോൺഗ്രസ് പ്ലാറ്റ്ഫോമിൽ പങ്കെടുപ്പിച്ചാൽ അതിന് ഈ പറയുന്നത് ശരിയാണ്, ഈ പറയുന്നത് അർത്ഥമുണ്ട്. അദ്ദേഹത്തെ ഏതാണ്ട് ഇല്ലാത്ത രീതിയിൽ കോൺഗ്രസ് പ്രൊട്ടക്ട് ചെയ്യുന്നു, പുറത്താക്കിയിട്ട് പ്രൊട്ടക്ട് ചെയ്യുന്നു എന്ന് പറഞ്ഞു വെച്ചാൽ അത് ശരിയാണ്. അതിനപ്പുറത്തേക്ക് ആ പ്രദേശത്തെ കോൺഗ്രസ്സുകാർക്ക് കോൺഗ്രസ് എന്നതിലുപരി അവർ കോൺഗ്രസ്സുകാരായതുകൊണ്ട് അവർക്ക് ആ മണ്ഡലത്തിലെ MLA കാണരുത്, ആ MLAയോട് സംസാരിക്കരുത്, ആ MLAയോട് തങ്ങളുടെ ആവശ്യങ്ങൾ പറയരുത് എന്ന് പറയുന്നതിൽ തന്നെ ഒരു ഇരട്ടത്താപ്പില്ല. അതിന് എന്താണ് പ്രസക്തി എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യമായി നിലനിൽക്കുകയാണ്. ഈ മണ്ഡലത്തിലെ സ്വാഭാവികമായിട്ടും അങ്ങനെയാണെങ്കിൽ ഈ അവിടെ ഒരു ഉദാഹരണം ചൂണ്ടിക്കാട്ടാൻ ആഗ്രഹിക്കുകയാണ്. ഈ CPMന്റെ MLA സ്ഥാനം രാജിവെച്ച് അവിടെ നിന്ന് BJPയിലേക്ക് ചേക്കേറി അവിടെ നിന്ന് കേന്ദ്രമന്ത്രിയായ അൽഫോൺസ് കണ്ണന്താനമുണ്ട്. ആ അൽഫോൺസ് കണ്ണന്താനം കേന്ദ്രമന്ത്രിയായപ്പോൾ അദ്ദേഹത്തിന് യാത്രയയപ്പ് നൽകാനും അദ്ദേഹത്തിന് ആശംസകൾ അറിയിക്കാനും അടക്കം പോയ മുഖ്യമന്ത്രിയുടെ പേര് പിണറായി വിജയൻ എന്നാണ്. ആ ഘട്ടത്തിൽ ആരും വിമർശിച്ച് കണ്ടിട്ടില്ല. സ്വാഭാവികമായിട്ടും രാഹുൽ മാങ്കൂട്ടത്തിലെ അതും രാഹുലിന്റെ കേസുമായി ഒരു ബന്ധവുമില്ലല്ലോ തൗഫിക്കെ. അല്ല ഞാൻ പറഞ്ഞത് സൗഹൃദത്തിന്റെ കാര്യം അല്ലല്ല, ഞാൻ പറഞ്ഞത് ഞാൻ വ്യക്തിപരമായ ബന്ധമാണ് അങ്ങ് കോട്ട് ചെയ്തെങ്കിൽ അത് റിലേറ്റ് ചെയ്താണ് ഞാനത് ഇവിടെ ചൂണ്ടിക്കാട്ടിയത്. അതിനപ്പുറത്തേക്ക് ഇവിടെ മണ്ഡലത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇത്തരത്തിൽ വിവാദം ഉയർന്ന ഘട്ടത്തിൽ അദ്ദേഹം മണ്ഡലത്തിൽ പ്രവേശിക്കരുത്, ഔദ്യോഗിക പരിപാടികൾ പങ്കെടുക്കരുതെന്നാണെങ്കിൽ സ്വാഭാവികമായിട്ടും അത് അദ്ദേഹമാണ് വ്യക്തമാക്കണത്. എങ്കിൽ പോലും അതിനപ്പുറത്തേക്ക് ഇവിടെ മുകേഷിനെതിരെ ആരോപണം ഉയർന്നപ്പോൾ ആരും ഇത്തരത്തിൽ ഉരുവിലക്ക് പ്രഖ്യാപിക്കുകയോ ഇല്ലെങ്കിൽ അദ്ദേഹം മണ്ഡലത്തിൽ പ്രവേശിക്കരുതെന്ന് പറയുക, ഔദ്യോഗിക പരിപാടികൾ തടയുക എന്ന് അടക്കം BJP പോലും ആ വഴിക്കും കണ്ടതായി ഞാൻ അറിയില്ല. പിന്നെ ഇത് പറയുമ്പോൾ ധാർമ്മികമായി അവകാശമുള്ള ആളുകളാണോ ഇത്തരത്തിൽ ആരോപണം ഉന്നയിക്കുന്നത് എന്നുള്ള പ്രസക്തമായ ചോദ്യം ഇവിടെയുണ്ട്. ഇവിടെ ഗുസ്തി ഫെഡറേഷൻ പ്രസിഡന്റായിട്ടുള്ള ബ്രിജ്ഭൂഷൺ, ആ ബ്രിജ്ഭൂഷണെതിരെ എത്ര നാളാണ് ആരോപണം ഉന്നയിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്? ഇവിടെ ഗുസ്തി താരങ്ങൾ വരിവരിയായി നിന്ന് ആരോപണം ഉന്നയിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായില്ലേ? അവർ തങ്ങൾക്ക് ഈ രാജ്യത്തിന് വേണ്ടി വലിയ രീതിയിൽ അധ്വാനിച്ച് ഈ രാജ്യത്തിന് വേണ്ടി മറ്റു രാജ്യങ്ങളോട് മത്സരിച്ച് ഈ രാജ്യത്തിന് അഭിമാനങ്ങളായി മാറി മെഡൽ നേടിയ ആ താരങ്ങൾ ഒരുപക്ഷെ തങ്ങളുടെ മെഡൽ പുണ്യനദിയിൽ ഒഴുക്കുമെന്ന് അടക്കം പറഞ്ഞു ഈ ബ്രിജ്ഭൂഷണെ ഒന്ന് തള്ളി പറയാൻ തയ്യാറാവാത്ത BJP ആണ് ഇത്തരത്തിൽ ധാർമ്മികതയുടെ ഇരട്ടത്താപ്പ് സ്വീകരിക്കുന്നത് എന്നാണ് ഞാൻ ചൂണ്ടിക്കാട്ടുന്നത്. ഞാനൊന്ന് പറഞ്ഞോട്ടെ. പ്രശാന്ത് പറയൂ. ഇതിനകത്ത് എനിക്ക് ചെറിയൊരു സംശയമാണ്, ഈ പറഞ്ഞു വന്നതിൽ ചെറിയൊരു സംശയമാണ്. ഇപ്പോൾ ഇവിടെ കോൺഗ്രസിൻ്റെ പ്രതിനിധി പറഞ്ഞു, അതായത് ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA കോൺഗ്രസിൻ്റെ പരിപാടിയിൽ പങ്കെടുപ്പിക്കുവാനോ യൂത്ത് കോൺഗ്രസിൻ്റെ പരിപാടിയിൽ പങ്കെടുപ്പിക്കുവാനോ KSUവിൻ്റെ പരിപാടിയിൽ പങ്കെടുപ്പിക്കുവാനോ സാധിക്കില്ല, അവരുടെ ഔദ്യോഗിക പരിപാടിയിൽ പങ്കെടുപ്പിക്കുവാനൊന്നും സാധിക്കില്ല എന്ന് പറഞ്ഞു. അതിനർത്ഥം അദ്ദേഹം ഇത്തരത്തിൽ ഒരു ലൈംഗികമായ ഒരു തെറ്റ് ചെയ്തിട്ടുണ്ട് എന്ന് കോൺഗ്രസിന് ബോധ്യമുള്ള സ്ഥിതിക്ക് കോൺഗ്രസ് പാർട്ടിയുടെ പരിപാടിയിയിലോ യൂത്ത് കോൺഗ്രസിന്റെ പരിപാടിയിലോ KSUവിന്റെ പരിപാടിയിലോ പറയുന്ന ആളുകളാണ് പാലക്കാട്ടുകാർ സഹിച്ചോട്ടെ എന്ന് പറയുന്നത്. മുന്നിൽ അത്തരത്തിലൊരു പരാതിയില്ല. ഈ നടപടിയെടുത്തത് സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിന്റെ മാധ്യമങ്ങൾ അടക്കം ഇത്തരത്തിൽ വാർത്ത വരുന്ന ഘട്ടത്തിൽ ഒന്നും മനസ്സിലാവില്ല, നമുക്ക് ഈ ചർച്ച മനസ്സിലാവില്ല. ടോപ്പിക്കിലേക്ക് വരാം. പ്രശാന്ത് കംപ്ലീറ്റ് ചെയ്യും. പരാതിയാണ് രാഹുൽ മാങ്കൂട്ടത്തിലെ ശരി, ടോപ്പിക്കിലേക്ക് വരാം. ടോപ്പിക്ക് തുടരുക. പ്രശാന്ത് പറയൂ. എന്ന് സംബന്ധിച്ച് എനിക്കറിയില്ല, അത് ഞാൻ സൂചിപ്പിച്ചു എന്നുള്ളൂ. പ്രശാന്ത്, ഞാനൊന്ന് പറയാം. ഇവിടെ VD സതീശനാണ്, അദ്ദേഹത്തിന് പരാതി ലഭിച്ചിട്ടുണ്ട്. ലഭിച്ച പരാതിയിൽ ഒരു പിതൃതുല്യനെ പോലെ പിതാവിൻ്റെ സ്ഥാനത്ത് നിന്ന് ഗൗരവകരമായ ആ വിഷയത്തിൽ ഇടപെട്ടു എന്ന് പറഞ്ഞത് VD സതീശനാണ്. പരാതി എനിക്ക് ലഭിച്ചിട്ടില്ല. പരാതി ലഭിച്ചു എന്ന് പറഞ്ഞത് VD സതീശനാണ്. VD സതീശന് പരാതി ലഭിച്ചു എന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം ഇടപെട്ടു എന്ന് പറഞ്ഞത്. അപ്പോൾ പരാതി ലഭിച്ചിട്ടില്ല എന്ന് പറയുന്നതിന് യാതൊരു അർത്ഥമില്ല. കേരളത്തിലെ മുഴുവൻ മാധ്യമങ്ങൾക്ക് മുൻപിലാണ് VD സതീശൻ ഇത്തരത്തിൽ പറഞ്ഞത്. രണ്ട്, ഞാനിവിടെ ചോദിക്കുന്നത്, കോൺഗ്രസ് പാർട്ടിക്ക് അദ്ദേഹത്തിന് ആവശ്യമില്ല. കോൺഗ്രസ് പാർട്ടിക്കകത്ത് അദ്ദേഹം പ്രവർത്തിക്കുവാൻ യോഗ്യനല്ല.
എന്ന് കോൺഗ്രസിന് ബോധ്യം വന്നതുകൊണ്ടാണ് അദ്ദേഹത്തെ കോൺഗ്രസ് പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പുറത്താക്കിയത്. ഇപ്പോൾ ഇവിടെ നേരത്തെ തന്നെ പറയുകയുണ്ടായി, അദ്ദേഹം യൂത്ത് കോൺഗ്രസിൻ്റെ പരിപാടിയിൽ പങ്കെടുക്കുകയോ കോൺഗ്രസിൻ്റെ പരിപാടിയിൽ പങ്കെടുക്കുകയോ KSUവിൻ്റെ പരിപാടിയിൽ പങ്കെടുക്കുകയോ ചെയ്തിട്ടില്ല. കാരണം എന്താണ്? ആ പരിപാടിയിൽ അദ്ദേഹത്തെ അടുപ്പിക്കാൻ പറ്റില്ല. കോൺഗ്രസിൻ്റെ പരിപാടിയിൽ കയറ്റാൻ അദ്ദേഹത്തിനെ കൊള്ളില്ല. പക്ഷെ പാലക്കാട്ടുകാർ വേണമെങ്കിൽ സഹിച്ചോളൂ എന്ന് പറയുന്നതിൽ കോൺഗ്രസിൻ്റെ ഇരട്ടത്താപ്പാണ് ഇവിടെ പുറത്തു വരുന്നത്. തങ്ങൾക്ക് വേണ്ടാത്തയാളെ, കോൺഗ്രസ് പാർട്ടിയിൽ പ്രവർത്തിക്കുവാൻ യോഗ്യതയില്ലാത്ത ഒരാളെ പാലക്കാട്ടുകാർ സഹിച്ചോളൂ എന്ന് പറയുന്നതിൽ എന്ത് ധാർമ്മികതയാണുള്ളത്? നിങ്ങൾക്ക് വേണ്ടാത്ത വിഴുപ്പിനെ ചുമക്കുന്നതിനുള്ള ചവറ്റുകൊട്ടയാണ് പാലക്കാട് എന്ന് പറയുന്നത്. പാലക്കാട്ടെ വോട്ടർമാരെയും കേരളത്തിലെ പൊതുസമൂഹത്തെയും വഞ്ചിക്കുന്ന സമീപനമാണ് കോൺഗ്രസ് പാർട്ടി ഈ സമീപനത്തിലൂടെ എടുത്തിരിക്കുന്നത്. ഇപ്പം ഈ ചർച്ചയിൽ തന്നെയാണ് പറഞ്ഞത്, ഇതേ ചർച്ചയിൽ തന്നെയാണ് കോൺഗ്രസ് പാർട്ടിയുടെ പ്രതിനിധി പറഞ്ഞത്, കോൺഗ്രസിൻ്റെ പരിപാടിയിൽ അദ്ദേഹം പങ്കെടുത്തിട്ടില്ല, യൂത്ത് കോൺഗ്രസിൻ്റെ പരിപാടിയിൽ പങ്കെടുത്തിട്ടില്ല, KSUവിൻ്റെ പരിപാടിയിൽ പങ്കെടുത്തിട്ടില്ല. പക്ഷേ പാലക്കാട്ടെ പരിപാടിയിൽ പങ്കെടുത്തോട്ടെ. എന്താ കോൺഗ്രസ്സുകാരുടെ വേണ്ടാത്ത ആളുകളെ പാലക്കാട്ടുകാർക്ക് വേണ്ടി തള്ളാം എന്നുള്ളതാണോ നിങ്ങൾ തെറ്റിച്ചിരിക്കുന്നത്? അപ്പം ആ ഒരു നിലപാട് തെറ്റാണ്. ഇവിടെ പാലക്കാട്ട് MLA എന്ന തരത്തിൽ അദ്ദേഹം രാജിവെക്കുന്നതുവരെ BJPയുടെ ഭാഗത്തുനിന്ന് ശക്തമായ പ്രതിഷേധങ്ങളുണ്ടാവും. തൗഫീക്ക് മറുപടി പറയാം. അതായത് ഈ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ നടപടിയെടുത്തത് സംബന്ധിച്ചാണ് അദ്ദേഹം ആക്ഷേപം ഉന്നയിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. വളരെ കൃത്യമായി പറയാൻ ആഗ്രഹിക്കുന്നു, ഒരു പൊതുപ്രവർത്തകന് ചേരാത്ത രീതിയിൽ അദ്ദേഹത്തിൻ്റെ ഇടപെടൽ ഉണ്ടായി എന്ന് മാധ്യമ വാർത്തകൾ വന്നപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ മറ്റൊരു പരിശോധനയ്ക്ക് മുതിരാതെ തന്നെ അതിൻ്റെ അടിസ്ഥാനത്തിൽ അതിവേഗം നടപടിയെടുക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. അദ്ദേഹത്തെ യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷ പദവിയിൽ നിന്ന് മാറ്റി നിർത്തി, അദ്ദേഹത്തെ പാർലമെന്ററി പാർട്ടിയിൽ നിന്ന് അദ്ദേഹത്തെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു, പാർലമെന്ററി പാർട്ടിയിൽ നിന്ന് അദ്ദേഹത്തെ മാറ്റി നിർത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഇനി അദ്ദേഹത്തിന്റെ സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിന്റെ ഭാഗം ക്ലിയർ ചെയ്താൽ, അദ്ദേഹത്തിന്റെ നിരപരാധിത്വം ബോധ്യപ്പെടുത്തിയാൽ, അദ്ദേഹത്തിന്റെ ഭാഗത്ത് ക്ലാരിറ്റി വരുത്തിയാൽ അദ്ദേഹത്തെ സ്വാഭാവികമായിട്ടും പാർട്ടിക്ക് തിരിച്ചെടുക്കേണ്ടതായി വരില്ലേ? അത് തൗഫീഖ് രാജൻ, രാഹുൽ ഒരു ക്ലാരിറ്റി വരുത്താനും തയ്യാറല്ല. എത്ര അവസരം അദ്ദേഹത്തിന് ലഭിച്ചു, എത്രയോ അവസരങ്ങൾ അദ്ദേഹത്തിന് കടന്നുപോകാൻ ലഭിച്ചു. പത്രക്കാർ ഇതാ എന്തെങ്കിലും പറയൂ, താങ്കൾക്കെതിരായ ആരോപണത്തെ താങ്കൾ തള്ളിപ്പറയൂ, ഓഡിയോ ക്ലിപ്പിനെ തള്ളിപ്പറയൂ, വോയിസ് ചാറ്റിനെ തള്ളിപ്പറയൂ, സ്ക്രീൻഷോട്ടുകളെ തള്ളിപ്പറയൂ. ഒരുപാട് വട്ടം ചോദിച്ചു, ഇപ്പോൾ കൂടി ചോദിച്ചു. ഈ ചർച്ച നടക്കുന്നതിന്റെ ഇടയിൽ അദ്ദേഹം ഒന്നും പറയാൻ തയ്യാറല്ല. പുറത്തു വന്നിട്ടുള്ള ശബ്ദ സന്ദേശം ആരുടേതാണ്? ചേട്ടാ, വളരെ കൃത്യമായി പറയാൻ ആഗ്രഹിക്കുന്നു. വരുത്തേണ്ടത് ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിലാണ്. ഒരു പ്രസ്ഥാനത്തിന്റെ പ്രതിനിധി എന്ന നിലയിൽ ഒരു കോൺഗ്രസ് പാർട്ടി എടുക്കേണ്ട വളരെ കൃത്യമായിട്ടുള്ള തീരുമാനം ഇപ്പോൾ BJPയോ CPMോ പോലും സ്വീകരിക്കാത്ത തികച്ചും മാതൃകാപരമായിട്ടുള്ള ഒരു തീരുമാനമാണ് കോൺഗ്രസ് സ്വീകരിച്ചത്. ഇനി വോയിസ് ക്ലിപ്പ് സംബന്ധിച്ചുള്ള കാര്യമാണെങ്കിൽ അത് സംബന്ധിച്ച് കൃത്യമായ നിലപാട് സ്വീകരിക്കേണ്ടത് ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിലാണ്. കോൺഗ്രസ് അക്കാര്യത്തിൽ ഇത്തരത്തിൽ മാധ്യമങ്ങളിലൂടെയാണ് വോയിസ് ക്ലിപ്പ് ഞാനും നിങ്ങളും അടക്കം കേൾക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ആ വോയിസ് ക്ലിപ്പ് ആ കാര്യത്തിൽ കൂടുതൽ വ്യക്തത വരുത്തേണ്ടത് ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിലാണ്. ഇവിടെ ഇനിയിപ്പോൾ ഷൈനി ടീച്ചറും ഇവിടെ ഇതിനു മുമ്പ് ഈ കടകംപള്ളി സുരേന്ദ്രൻ്റെ ഒരു വോയിസ് ക്ലിപ്പ് പുറത്തു വരുന്ന സാഹചര്യം ഉണ്ടായി. ഇവിടെ AK ശശീന്ദ്രൻ്റെ വോയിസ് ക്ലിപ്പ് പുറത്തു വരുന്ന സാഹചര്യം ഉണ്ടായി. ഈ DYFIയുടെ തൃശ്ശൂർ ജില്ലാ സെക്രട്ടറിയുടെ ഒരു വോയിസ് ക്ലിപ്പ് പുറത്തു വരുന്ന സാഹചര്യം ഉണ്ടായി. ഈ ഘട്ടത്തിലൊന്നും അവരാരും ഈ വോയിസ് ക്ലിപ്പിൻ്റെ ആധികാരികത എത്രത്തോളം ഉണ്ട് എന്നതിനെ സംബന്ധിച്ച് ഉറപ്പുവരുത്തണം. ഈ വോയിസ് ക്ലിപ്പ് തങ്ങളുടേതാണ് എന്ന് സമ്മതിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായില്ല. പിന്നെ രാഹുൽ മാങ്കൂട്ടത്തിലെ കേസ് വന്നാൽ സ്വാഭാവികമായിട്ടും അക്കാര്യത്തിൽ വ്യക്തത വരുത്തേണ്ടത്, അക്കാര്യത്തിൽ ഉത്തരം പറയേണ്ടത് ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിലാണ്. അതിനപ്പുറത്തേക്ക് കോൺഗ്രസ് പാർട്ടി അക്കാര്യത്തിൽ ഒരു ന്യായീകരണത്തിനും അദ്ദേഹത്തിന് ഒരു പ്രതിരോധം തീർക്കാനും മുതിരുന്നില്ല. പിന്നെ മണ്ഡലത്തിൽ ഒരു MLAക്ക് ആ മണ്ഡലത്തിലെ പരിപാടികൾ പങ്കെടുക്കരുത്, ഒരു നിയമസഭാ സാമാജികന് തന്റെ മണ്ഡലത്തിലെ വിഷയങ്ങൾ പ്രതിദാനം ചെയ്യരുത്, അഡ്രസ് ചെയ്യരുതെന്ന് പറയുമ്പോൾ അതിലെ പ്രസക്തി കൂടെ അതിലെ വിരോധാഭാസമാണ് ചോദ്യം ചെയ്യപ്പെടുന്നത്. അദ്ദേഹത്തെ മണ്ഡലത്തിലെ ആളുകൾ അദ്ദേഹത്തോട് ആവശ്യങ്ങൾ ഉന്നയിക്കും. ആ മണ്ഡലത്തിലെ ആളുകളുടെ ആവശ്യങ്ങൾ അദ്ദേഹത്തിന് നിയമസഭയിൽ ഉന്നയിക്കേണ്ടതായി വരും. അത് നിയമസഭാ സാമാജികൻ എന്നുള്ള രീതിയിലാണ് കോൺഗ്രസ് പാർട്ടി സംഘടനാപരമായി എടുക്കാൻ കഴിയുന്നതിൻ്റെ എക്സ്ട്രീം ലെവൽ വളരെ കൃത്യമായ തീരുമാനം, തികച്ചും മാതൃകാപരമായിട്ടുള്ള തീരുമാനം എടുത്തിട്ടുണ്ട്. ആ തീരുമാനത്തിൽ തന്നെ പാർട്ടി ഉറച്ചു നിൽക്കുന്നുണ്ട്. അതൊരു കൂട്ടായ തീരുമാനമാണ്. അദ്ദേഹത്തെ ന്യായീകരിക്കാനോ അദ്ദേഹത്തിന് വേണ്ടി വെള്ളപൂശാനോ അദ്ദേഹത്തിന് വേണ്ടി തീവ്രത അളക്കാനോ പാർട്ടി കമ്മീഷനെ വെച്ച് റിപ്പോർട്ട് വാങ്ങിച്ച് തീവ്രത കുറവാണ് റിപ്പോർട്ട് എഴുതാനോ ഒന്നും വന്നില്ല. പ്രശാന്ത് ശിവന്റെ പാർട്ടി ചെയ്തതുപോലെ പിന്നീട് ഞങ്ങളാരും വരില്ല. ഞങ്ങളാരും അത്തരത്തിൽ തീരുമാനമെടുക്കുന്ന ആളല്ല. പോക്സോ കേസിൽ പ്രതിയായ ആളെ
ഇപ്പോഴും ബിജെപിയുടെ ഏറ്റവും പരമോന്നതമായ പതിവൊന്നും ഞങ്ങൾക്കില്ല. എന്തായാലും ഞങ്ങൾ അത്തരത്തിലുള്ള സമീപനമായോ അത്തരത്തിലുള്ള നിലപാടുമായിട്ടോ ഒന്നും മുന്നോട്ട് പോകില്ല. ഒരു നിയമസഭാ സാമാജികൻ എന്നുള്ള രീതിയിൽ ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിന് പാലക്കാട്ട് പങ്കെടുക്കുന്നതിന് ധാർമ്മികമായി അദ്ദേഹത്തിന് അവകാശമുണ്ട്. പാർട്ടി പരിപാടിയിൽ പങ്കെടുപ്പിച്ചാൽ ഇത്തരത്തിൽ നിങ്ങൾ പറയുന്നത് എന്തിനാണ് ഇങ്ങനെ ഒളിച്ചു കളിക്കുന്നത്? എന്തിനാണ് ഇങ്ങനെ ഒളിച്ചു കളിക്കുന്നത്? പാലക്കാട് കോൺഗ്രസിന്റെ നേതാക്കന്മാർ പറയുന്നു അങ്ങ് പറയൂ, എവിടെയാണ് സംരക്ഷണം ഒരുക്കുന്ന സാഹചര്യം ഉണ്ടായത്? ഇവിടെ ബ്രിജ്ഭൂഷൺ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്തായാലും കോൺഗ്രസ് എന്റെ അറിവ് ശരിയാണെങ്കിൽ ഒരു സാഹചര്യം ഉണ്ടായിട്ടില്ല. ആ മണ്ഡലത്തിലെ ആൾക്ക് മണ്ഡലത്തിലെ MLA കാണരുത്. കണ്ണാടി പഞ്ചായത്തിൽപ്പെട്ട ഒരു വോട്ടർക്ക് അത് KSU ജില്ലാ പ്രസിഡന്റായി പോയി എന്നതിനപ്പുറത്തേക്ക് അദ്ദേഹത്തോടൊപ്പം യാത്ര എന്ന പരാമർശമാണെങ്കിൽ അത് ശരിയല്ല എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അത് വ്യക്തിപരമായിട്ടുള്ള ബന്ധത്തിന്റെ പുറത്ത് അവർ പോയിട്ടുണ്ടാകാം. അതിനപ്പുറത്തേക്ക് പാർട്ടി യാതൊരു തരത്തിലുമുള്ള ഇല്ലീഗൽ സാഹചര്യമുണ്ട്. ആ ഘട്ടത്തിലടക്കം കേൾക്കാൻ തയ്യാറാവുന്നില്ല. കാര്യങ്ങളുണ്ട്, അതിങ്ങനെ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ചോദിച്ചിട്ടുള്ള 2-3 ചോദ്യങ്ങളുണ്ട്. ഒന്ന്, പാലക്കാട് നഗരസഭാ കൗൺസിലർ പരസ്യമായി വന്ന് പറയുന്നു രാഹുൽ മാങ്കൂട്ടത്തലിന് സംരക്ഷണം കൊടുക്കാൻ ഞങ്ങൾ തയ്യാറാണെന്ന് വരുന്നു. കോൺഗ്രസുകാർ സംരക്ഷണം ഒരുക്കുമെന്ന് പറയുന്നു. അതിനെ തള്ളിപ്പറയുവാൻ KPCC നേതൃത്വം തയ്യാറായിട്ടില്ല. KPCC നേതൃത്വമാണ് ഇദ്ദേഹത്തെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പുറത്താക്കിയെന്ന് പറയുന്നു. ഈ വിഷയത്തിൽ എന്താണ് അങ്ങയുടെ സ്റ്റാൻഡ് എന്ന് വ്യക്തമാക്കുവാൻ തയ്യാറാണ്. ഒന്ന്. 2, കോൺഗ്രസ് പാർട്ടിക്കകത്ത് പ്രവർത്തിക്കുവാൻ യോഗ്യനല്ല എന്ന് കാണുന്ന ആളുകളുടെ കൂടെ എന്തിനാണ് പാലക്കാട് മണ്ഡലത്തിലെ KSUവിൻ്റെ നേതാക്കളും യൂത്ത് കോൺഗ്രസിൻ്റെ നേതാക്കളും ഇത്രയേറെ പാടുപെട്ടുകൊണ്ട് അനുഗമിക്കുന്നത്? നിങ്ങൾ തന്നെ ചോദിക്കുന്നു, അദ്ദേഹം KSUവിൻ്റെ പരിപാടിയിൽ പങ്കെടുത്തിട്ടില്ലല്ലോ, യൂത്ത് കോൺഗ്രസ് പരിപാടിയിൽ പങ്കെടുത്തിട്ടില്ലല്ലോ, കോൺഗ്രസ് പരിപാടിയിൽ പങ്കെടുത്തില്ലല്ലോ എന്ന് നിങ്ങൾ തന്നെ ചോദിക്കുന്നത്. അപ്പോൾ അവിടെയൊന്നും നിങ്ങൾക്ക് പങ്കെടുപ്പിക്കാൻ അദ്ദേഹത്തിന് കയറ്റാൻ കൊള്ളില്ല എന്ന് നിങ്ങൾക്ക് ബോധ്യമുണ്ട്. അദ്ദേഹത്തെ കോൺഗ്രസിൻ്റെ പ്ലാറ്റ്ഫോമിൽ കയറ്റാൻ കൊള്ളാത്തവനാണ് എന്ന് നിങ്ങൾക്ക് ബോധ്യമുള്ളയാളെ വീടുകളിൽ കയറ്റണമെന്ന് എന്തിനാണ് നിങ്ങൾ വാശി പിടിക്കുന്നത്? നിങ്ങളുടെ വേദിയിൽ കയറ്റാൻ കൊള്ളാത്തവനെ പാലക്കാട്ടുകാർ വീടുകളിൽ കയറ്റണം എന്ന് എന്തിനാണ് നിങ്ങൾ വാശി പിടിക്കുന്നത്? ഓക്കെ, അതിന് മറുപടി പറയാം തൗഫിക്ക്. പ്രശാന്ത് ശിവന് ഒരു വാശിയുടെ ആവശ്യമില്ല. ഒരു വാശിയും ആരും പിടിച്ചിട്ടില്ല. ഇവിടെ പാലക്കാട് നഗരസഭാ കൗൺസിലിന്റെ കാര്യം ചൂണ്ടിക്കാട്ടിയാണ് അങ്ങ് ഉന്നയിച്ചതെങ്കിൽ വളരെ കൃത്യമായി ഈ പാർട്ടിയുടെ അവസാന വാക്കാരാണ് കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റാണ്, ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവാണ്. അവർ പറഞ്ഞതിനപ്പുറത്തേക്കുള്ള ഒരു നിലപാടിൻ്റെയും ഒരു തീരുമാനത്തിൻ്റെയും പ്രസക്തി അതിനപ്പുറത്തേക്ക് ആരും ഒരു നിലപാട് പറയേണ്ട ആവശ്യമില്ല, പറഞ്ഞിട്ടുമില്ല. അതിനപ്പുറത്തേക്ക് ആരെങ്കിലും വ്യക്തിപരമായ ഒരു പരാമർശം ആ പരാമർശത്തോട് യോജിക്കാൻ ഞങ്ങൾക്ക് കഴിയില്ല. വ്യക്തിപരമായിട്ടുള്ള സൗഹൃദത്തിന്റെ പുറത്ത് സൗഹൃദത്തിന് പുറത്ത് ആ മണ്ഡലത്തിലെ വോട്ടർക്ക് ആ മണ്ഡലത്തിലെ MLA കാണരുത്, ആ മണ്ഡലത്തിലെ MLAയോടൊപ്പം യാത്ര ചെയ്യരുത് എന്ന് പറയുന്നത് എന്താണ് പ്രസക്തി ഉള്ളത്? എന്താണ് പ്രസക്തി ഉള്ളത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യം. ഇവിടെ ധാർമ്മികത ആണ് അങ്ങ് ഉയർത്തിപ്പിടിക്കുന്നതെങ്കിൽ ആ ധാർമ്മികത എല്ലാവർക്കും ബാധകമാണ്. ഇവിടെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ കാര്യം അല്ല, മറ്റുള്ളവർക്ക് ബാധകമല്ലാത്തതിനാൽ ഞങ്ങൾക്കും ആ ധാർമ്മികത വേണ്ട എന്നുള്ളതാണോ അഡ്വക്കേറ്റ് തൗഫീഖ് രാജൻ ഇപ്പോൾ ഉദ്ദേശിക്കുന്നത്? ഇവിടെ ഒരു പ്രശ്നം നിലനിൽക്കുന്നത് നോക്കൂ, ഇപ്പോഴും ഞങ്ങളുടെ ടിക്കറിൽ പോകുന്ന ഒരു വാർത്ത, ഞങ്ങളുടെ പാലക്കാട് റിപ്പോർട്ടർ അപ്ഡേറ്റ് ചെയ്യുന്നത് നിങ്ങളുടെ അവിടുത്തെ പാലക്കാട്ടെ MLA ഓഫീസിൽ എത്തി അദ്ദേഹത്തെ സ്വീകരിക്കുന്നത് കോൺഗ്രസിന്റെ നേതാക്കളാണേ. അത് ഔദ്യോഗികമായ സ്വീകരണമല്ലേ? അത് പാർട്ടി അംഗീകരിക്കുന്നു എന്നുള്ളതിന്റെ ഉദാഹരണമല്ലേ? ആ മണ്ഡലത്തിലെ വോട്ടർമാരായിട്ടുള്ള ആളുകൾക്ക് ആ മണ്ഡലത്തിലെ MLA ഓഫീസിൽ വരുമ്പോ കാണരുത്, സംസാരിക്കരുത്, മിണ്ടരുത്, വഴിമാറി പോകണം എന്ന് പറയുന്നതിൽ എന്താണ് പ്രസക്തി? ആ മണ്ഡലത്തിലെ വോട്ടർമാരല്ലേ, ആ മണ്ഡലത്തിലെ ആളുകളല്ലേ വരുന്നത്. ആ സ്വാഭാവികമായിട്ട് ആ മണ്ഡലത്തിലെ MLA വരുമ്പോ ആ മണ്ഡലത്തിലെ MLA കാണാൻ ചെല്ലുമ്പോ അതിൽ ഏതാണ് വലിയ തെറ്റുണ്ട് എന്ന് പറയുന്നതിൽ എന്താണ് എനിക്കതിനകത്ത് വ്യത്യാസം മനസ്സിലാവുന്നില്ല. നിങ്ങളുടെ നിലപാട് എന്താണ്? കോൺഗ്രസ് പാർട്ടിയിൽ അദ്ദേഹത്തെ
സഹിക്കാൻ പറ്റില്ല. പാലക്കാട്ടുകാർ സഹിച്ചോളൂ എന്നാണോ നിങ്ങളുടെ നിലപാട്? ഏതായാലും ബ്രിജ്ഭൂഷണെ പ്രൊട്ടക്ട് ചെയ്ത നിലപാടൊന്നും ഞങ്ങൾ സ്വീകരിക്കില്ല. ഞങ്ങൾ തികച്ചും മാതൃകാപരമായിട്ടുള്ള സമീപനമാണ് സ്വീകരിക്കുന്നത്. അഖിലേന്ത്യാ നേതൃത്വം ബ്രിജ്ഭൂഷണെ പോലെ കൊള്ളരുതായ്മ കാണിച്ചവനെ പ്രൊട്ടക്ട് ചെയ്യുന്ന സമീപനം സ്വീകരിച്ചിട്ടുണ്ട്. ആ സമീപനം പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് ദിവസങ്ങൾക്കകം സസ്പെൻഡ് ചെയ്യുന്ന സമീപനം ഉണ്ടായിട്ടുണ്ട്. ഏതായാലും BJP ഇല്ലീഗലായി പ്രൊട്ടക്ട് ചെയ്യുന്ന പോലെ, BJP നേതാക്കളെ പ്രൊട്ടക്ട് ചെയ്യുന്ന പോലെ ഏതായാലും കോൺഗ്രസ് അതിന് മുതിരില്ല. പിന്നെ MLA എന്ന രീതിയിൽ മണ്ഡലത്തിലെ പ്രവർത്തകർക്ക് MLA കാണാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. ആ അദ്ദേഹത്തിന് മണ്ഡലത്തിൽ വരാനുള്ള എന്നാണ് ഞാൻ പറഞ്ഞത്. ഓഫീസിൽ കയറ്റാൻ കൊള്ളാത്തവനെ പാലക്കാട്ടുകാർ വീടുകളിൽ കയറ്റിക്കൊള്ളുന്നാണോ നിങ്ങൾ പറയുന്നത്? കോൺഗ്രസ് ഓഫീസിൽ കയറ്റാൻ കൊള്ളാത്തവനെയല്ലേ നിങ്ങൾ മണ്ഡലത്തിൽ വരുന്നത്? ആ മണ്ഡലത്തിലെ ഔദ്യോഗിക പരിപാടികൾ ക്ഷണിച്ചാൽ അത് സ്വാഭാവികമായിട്ട് പോകുമോ വേണ്ടയോ എന്നുള്ള കാര്യത്തിൽ തീരുമാനം വ്യക്തമാക്കേണ്ടത് ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിലാണ്. സ്വാഭാവികമായിട്ടും ഇവിടെ ബിനിൽ ചോദിച്ച ചോദ്യത്തിനാണ് വളരെ കൃത്യമായി മറുപടി ഞാൻ മണ്ഡലത്തിലെ ആളുകൾക്ക് സാഹചര്യം ഉണ്ടാകാം. കോൺഗ്രസ് പ്രവർത്തകരാണ് അവർക്ക് ആ മണ്ഡലത്തിലെ അംഗീകരിക്കുവാൻ ഞങ്ങൾ തയ്യാറല്ല എന്ന് അണികൾ പറഞ്ഞ പോരെ? ഒരു അണികളും ഇല്ല ഇവിടെ. ഒരു കോൺഗ്രസ് പ്രവർത്തകന് പോകുന്ന ഒരു സമീപനം സ്വീകരിച്ചിട്ടില്ല, അതിനപ്പുറത്തേക്ക് പോവുകയുമില്ല. ഞങ്ങൾ ഒറ്റക്കെട്ടായാണ് ഞങ്ങളുടെ പാർട്ടി ഈ വിഷയത്തിൽ തീരുമാനമെടുത്തത്. എന്റെ പൊന്നു ചേട്ടാ, പത്രക്കാരെ വിളിച്ച് പറഞ്ഞു, പാലക്കാട്ട് നഗരസഭാ കൗൺസിലർ പത്രസമ്മേളനം വിളിച്ച് പറഞ്ഞു, പത്രസമ്മേളനം നടത്തി, മുഴുവൻ പത്രക്കാരെയും കണ്ടു. നിങ്ങൾ പറയണ ഇവിടെ ഇരുന്ന് നിങ്ങൾ ഈ പറയുന്ന കള്ളങ്ങൾ എന്തിനാ കള്ളം പറയുന്നത്? എന്തിനാണ് ഇങ്ങനെ കള്ളം പറയുന്നത്? ചാനൽ വന്നിരുന്നുകൊണ്ട് ഒരു കള്ളത്തിന്റെ പറയില്ല. ഇവിടെ എനിക്ക് സംസാരിക്കാൻ കഴിയുന്നത് എന്റെ പാർട്ടി എടുത്ത തീരുമാനത്തിന്റെ പുറത്താണ്. എന്റെ പാർട്ടി ധീരമായ നിലപാട് എടുത്തതിന്റെ പുറത്താണ്. എന്റെ പാർട്ടി ഇത്തരത്തിൽ ഒരാൾക്കെതിരെ ആരോപണം വന്നപ്പോൾ, മാധ്യമ വാർത്തകൾ വന്നപ്പോൾ, ആ വാർത്ത വന്ന മണിക്കൂറുകൾക്കകം അദ്ദേഹത്തെ യൂത്ത് കോൺഗ്രസിലെ അധ്യക്ഷ പദവിയിൽ നിന്ന് എന്റെ പാർട്ടി മാറ്റി നിർത്തുന്ന സാഹചര്യം ഉണ്ടായി. അദ്ദേഹത്തെ പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് മാറ്റി നിർത്തുന്ന സാഹചര്യം ഉണ്ടായി. അതിനപ്പുറത്തേക്ക് ഒരു നടപടിയും ഒരു പാർട്ടി, ഒരു സംഘടനാ നടപടി സ്വീകരിക്കാനില്ല. ഇവിടെ ഒരു മാസക്കാലമായി നിയമപരമായ വശങ്ങൾ പരിശോധിച്ചാൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ നിയമപരമായ ഒരു പരാതിയും നൽകാൻ ഇതുവരെ ആരും തയ്യാറായി എന്നത് സംബന്ധിച്ച് എനിക്ക് വ്യക്തതയില്ല. ഇനി അങ്ങനെ ആ പരാതിയിൽ ആധികാരികതയുണ്ടെങ്കിൽ, ആ പരാതിയിൽ വസ്തുതയുണ്ടെങ്കിൽ അവരോടൊപ്പം നിൽക്കാൻ തയ്യാറാണ് എന്ന് ഞാൻ അടക്കമുള്ള ആളുകൾ പറഞ്ഞല്ലോ. VD സതീശന് പരാതി ലഭിച്ചെന്ന് VD സതീശൻ പറഞ്ഞല്ലോ. അദ്ദേഹത്തെ പുറത്താക്കിയത് കോൺഗ്രസുകാർ പോകുന്ന സമയത്ത് അവർക്ക് വേണ്ടി വക്കാലത്ത് പറയുന്നല്ലോ. ഇതിലും മോശമായിട്ട് നിങ്ങൾക്ക് എങ്ങനെ ന്യായീകരിക്കാൻ സാധിക്കുന്നത്? വളരെ മോശം, വളരെ മോശം. ഞങ്ങൾക്കുള്ളത് ആ നിലപാട് തന്നെയാണ് ബഹുമാനപ്പെട്ട KPCC പ്രസിഡന്റ് വ്യക്തമാക്കിയിട്ടുള്ളത്. ഇതിലും മനോഹരമായി ന്യായീകരിക്കാൻ ഒരാൾക്ക് സാധിക്കില്ല. എന്തിനാണ് ന്യായീകരിച്ച് മെഴുകുന്നത്? എന്തിനാണ് ഇങ്ങനെ ന്യായീകരിച്ച് മെഴുകുന്നത്? നമുക്ക് ഈ ചർച്ച അവസാനിപ്പിക്കേണ്ട സമയമായിരിക്കുന്നു. നമുക്ക് ഒരു പ്രധാനപ്പെട്ട കാര്യം രണ്ടുപേരോട് എനിക്ക് പറയാനുള്ളത്, ഈ വിധത്തിൽ ചർച്ച മുന്നോട്ട് പോകാനാവില്ല. ഒരൊറ്റ കാര്യം നമുക്ക് കൺക്ലൂഡ് ചെയ്യണം. ദയവായി രണ്ടുപേരും എന്നോട് സഹകരിക്കുക. ശ്രീ തൗഫീഖ് രാജൻ, ഞാൻ ഉയർത്തിപ്പിടിച്ചത് അത് ഉയർത്തിപ്പിടിക്കുക തന്നെ ചെയ്യും. ഓക്കെ, ശരി, അതാണ് കോൺഗ്രസിന്റെ പോയിന്റ്. തൗഫീഖ് രാജൻ ഇത് കൺക്ലൂഡ് ചെയ്യേണ്ടിയിരിക്കുന്നു. അവസാനത്തെ ടേക്ക് ആയിട്ട് പ്രശാന്തിന് മറുപടി പറയാൻ അവസരം ഉണ്ടാകും. പ്രശാന്തിലേക്ക് വരും. തൗഫീഖ് രാജൻ, ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടം MLA പാലക്കാട് എത്തിയിരിക്കുകയാണ്. അദ്ദേഹത്തിനെതിരെ പരാതികളില്ല എന്നുള്ളതാണ്, അല്ലെങ്കിൽ പരസ്യമായി കോൺഗ്രസിന്റെ മുമ്പിൽ പരാതിയില്ല, പോലീസിന്റെ മുൻപിൽ പരാതിക്കാരായി ഉയർന്നു വന്നിട്ടുള്ള ആളുകൾ മൊഴി നൽകാനോ കേസെടുക്കുക ആ വിധത്തിൽ പരാതി നൽകാൻ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് ഇതുവരെ പുറത്തു വന്നിട്ടുള്ള വിവരങ്ങൾ. അദ്ദേഹം ധാർമ്മികതയുടെ പുറത്താണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ നടപടി എടുത്തത്, മാതൃകാപരമായ നടപടിയാണ് എന്നുള്ളതാണ് VD സതീശൻ പറഞ്ഞത്. പിന്നീട് VD സതീശൻ എന്ന് പറയുന്ന രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഉൾപ്പെടെ നേതാവിൻ്റെ, അതായത് MLA ആയിട്ടുള്ള MLAമാർ തിരഞ്ഞെടുത്തിട്ടുള്ള കേരളത്തിൻ്റെ ലീഡർ ഓഫ് ഓപ്പോസിഷൻ പറഞ്ഞത് ആ ചാപ്റ്റർ അവസാനിച്ചിരിക്കുന്നു, അത് ക്ലോസ്ഡ് ചാപ്റ്ററാണ്, രാഹുൽ മാങ്കൂട്ടം കോൺഗ്രസിൻ്റെ ഭാഗമല്ല നിലവിൽ എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. ഇപ്പോഴും നിൽക്കുന്ന ഒരു സംശയം,
എന്തിനാണ് കോൺഗ്രസ്സുകാർ പിന്നീട് കോൺഗ്രസിന്റെ ഭാഗമല്ലാത്ത രാഹുൽ മാങ്കൂട്ടത്തിനൊപ്പം പോകുന്നത്? അത് കോൺഗ്രസ് എടുത്തിട്ടുള്ള നിലപാടുകളെ തന്നെയല്ലേ താങ്കൾ പറഞ്ഞതുപോലെ ഡൈലൂട്ട് ചെയ്യുന്നത്? ശ്രീ ബിനിൽ അങ്ങടക്കം ഇവിടെ സൂചിപ്പിച്ചു, ദാറ്റ്സ് എ ക്ലോസ്ഡ് ചാപ്റ്റർ, അത് അടഞ്ഞ അധ്യായമാണ്. അത് തന്നെയാണ് ഞാൻ ഇവിടെ പറഞ്ഞത്. ഇവിടെ കോൺഗ്രസ് പാർട്ടി ഒരു ധീരമായ തീരുമാനം എടുത്തു. ആ തീരുമാനം എന്തിനാണ് കോൺഗ്രസ്സുകാർ തുറക്കുന്നതെന്ന ചോദ്യം. നിഖിൽ കണ്ണാടിയും നേമം ഷജീറും എന്തിനാണ് തുറക്കുന്നത് എന്നാണ് ചോദ്യം. പ്രാഥമിക അംഗത്വത്തിൽ നിന്ന്, ഞാൻ അതിലേക്ക് തന്നെയാണ് പറഞ്ഞത്, എന്നെ പറഞ്ഞ് പൂർത്തിയാക്കാൻ അനുവദിക്കണം. അദ്ദേഹത്തെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് മാറ്റി നിർത്തുന്ന ഒരു സമീപനമാണ്. അതിനപ്പുറത്തേക്ക് MLA എന്നുള്ള നിലയിൽ MLA എന്നുള്ള തലത്തിൽ തീരുമാനമെടുക്കേണ്ടത്, കൂടുതൽ വ്യക്തമായ തീരുമാനമെടുക്കേണ്ടത് ആസ് എ പേഴ്സൺ ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിലാണ്. ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിലാണ് MLA എന്നുള്ള നിലയിൽ അദ്ദേഹത്തിന് മറ്റു വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങളിൽ തീരുമാനം അറിയിക്കേണ്ടത്. ഇനി പാലക്കാട്ടെ നിയമസഭാ സാമാജികൻ എന്നുള്ള നിലയിൽ പാലക്കാട് നിന്നുള്ള നിയമസഭാ അംഗം എന്നുള്ള നിലയിൽ അദ്ദേഹത്തെ കാണാൻ ഏതെങ്കിലും കോൺഗ്രസ് പ്രവർത്തകർ ചെന്നാൽ അതിനെ തെറ്റു പറയാൻ കഴിയില്ല എന്നുള്ള രീതിയാണ് ഞാൻ സൂചിപ്പിച്ചത്. അതിന് കാരണം അദ്ദേഹം പാലക്കാട്ടെ നിയമസഭാ സാമാജികനാണ്. കോൺഗ്രസ് പ്രവർത്തകൻ എന്നതിനപ്പുറത്തേക്ക് അദ്ദേഹത്തിന് പാലക്കാട്ടെ വോട്ടർ എന്നുള്ള രീതിയിൽ പാലക്കാട്ടെ നിയമസഭാ സാമാജികനെ കാണാൻ MLA ഓഫീസിൽ പോയിട്ടുണ്ടാകാം, സംസാരിച്ചിട്ടുണ്ടാകാം, സംസാരിക്കേണ്ടി വരും. അത് ഏതാണ് വലിയ തെറ്റാണ് എന്നുള്ള സമീപനം, ഏതാണ് തെറ്റാണ് എന്നുള്ള ശൈലി സ്വീകരിക്കുന്നത് ശരിയാണ് എന്നത് സംബന്ധിച്ച് എനിക്ക് വ്യക്തതയില്ല. അതിനപ്പുറത്തേക്ക് രാഹുൽ മാങ്കൂട്ടത്തിനെ ഒരു തരത്തിലും കോൺഗ്രസ് പാർട്ടി പ്രൊട്ടക്ട് ചെയ്യാൻ നാളിതുവരെ അത്തരത്തിലുള്ള തീരുമാനം എടുത്തിട്ടില്ല. മറ്റൊരു രാഷ്ട്രീയ പാർട്ടിയും കൈക്കൊള്ളാത്ത വിധത്തിലുള്ള തികച്ചും മാതൃകാപരമായിട്ടുള്ള തീരുമാനമാണ് BJPയും CPM നാളിതുവരെ സ്വീകരിക്കാത്ത തരത്തിലുള്ള തികച്ചും മാതൃകാപരമായിട്ടുള്ള തീരുമാനമാണ്. ശ്രീ പ്രശാന്ത് ശിവൻ, ഇപ്പോൾ തൗഫീഖ് പറഞ്ഞതിന് മറുപടി പറയാം. ഒപ്പം എനിക്കൊരു ചോദ്യം കൂടിയുണ്ട്. രാഹുൽ ഇപ്പോൾ പാലക്കാട് എത്തിയിരിക്കുന്നു. രാഹുൽ പാലക്കാട് തന്നെയുണ്ട്. MLA ഓഫീസിലെത്തി, അവിടെ ഇരിക്കുന്നു, ആളുകളെ കേൾക്കുന്നു, ആളുകൾ അവിടെ വരുന്നുണ്ട്. ഇനി പയ്യെ മറ്റ് പരിപാടികളിൽ സജീവമാകും. എത്ര നാൾ ഈ പ്രതിഷേധം കൊണ്ടുപോകും നിങ്ങൾ? എന്തായിരിക്കും ഇനി നടക്കാൻ പോകുന്നത്? ഇവിടെ കോൺഗ്രസിന്റെ പ്രതിനിധി കോൺഗ്രസ് പാർട്ടിയുടെ പ്രതിനിധി ഇതിനേക്കാൾ മനോഹരമായി ന്യായീകരിക്കാൻ സാധിക്കുമെന്ന് എനിക്കറിഞ്ഞുകൂടാ. കാരണം കോൺഗ്രസ് പാർട്ടിക്കകത്ത് കയറ്റാൻ കൊള്ളാത്തവനാണ് എന്ന് അവർക്ക് ബോധ്യം വന്നതുകൊണ്ടാണ് കോൺഗ്രസ് പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് അദ്ദേഹത്തെ പുറത്താക്കിയത്. അങ്ങനെ പുറത്താക്കിയവന് സംരക്ഷണം കൊടുക്കുന്നത് ഇതേ കോൺഗ്രസ്സുകാർ തന്നെയാണ്. അപ്പോൾ ഇത്തരത്തിൽ ജനങ്ങളെ വിഡ്ഢികളാക്കുന്ന സമീപനമാണ് കോൺഗ്രസ് പാർട്ടി കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി കേരളത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കോൺഗ്രസ് പാർട്ടിക്കകത്ത് അവനെ ഉൾക്കൊള്ളാൻ സാധിക്കില്ല, കോൺഗ്രസ് പാർട്ടിക്കകത്ത് കയറ്റാൻ കൊള്ളില്ല, കോൺഗ്രസിൻ്റെ ആഫീസിനകത്ത് കയറ്റാൻ കൊള്ളില്ല എന്നവർക്ക് ബോധ്യമുണ്ട്. പക്ഷേ പാലക്കാട്ടുകാർ വേണമെങ്കിൽ സഹിച്ചോളൂ. അതുകൊണ്ട് കോൺഗ്രസ് പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പുറത്താക്കുന്നു. നേരത്തെ കോൺഗ്രസ് പാർട്ടിയുടെ ഇവിടെ ചർച്ചയിൽ പ്രതിനിധി ചോദിച്ചു, അദ്ദേഹം ഏതെങ്കിലും KSU പരിപാടിയിൽ പങ്കെടുത്തിട്ടുണ്ടോ, അദ്ദേഹം യൂത്ത് കോൺഗ്രസിൻ്റെ പരിപാടിയിൽ പങ്കെടുത്തിട്ടുണ്ടോ, കോൺഗ്രസ് പരിപാടിയിൽ പങ്കെടുത്തിട്ടുണ്ടോ എന്ന് ചോദിച്ചത്. അതായത് കോൺഗ്രസിൻ്റെയും യൂത്ത് കോൺഗ്രസിൻ്റെയും KSUവിൻ്റെയും ഒന്നും പരിപാടിയിൽ അദ്ദേഹം പങ്കെടുക്കാൻ യോഗ്യനല്ല എന്നതാണ് ഇദ്ദേഹം പറയുന്നത്. കോൺഗ്രസ് പാർട്ടിയുടെ പ്രതിനിധി പറയുന്നത് കോൺഗ്രസ് പാർട്ടിയുടെ സിംഗിൾ മീറ്റിംഗിൽ പോലും പങ്കെടുക്കുവാൻ രാഹുൽ മാങ്കൂട്ടത്തിൽ യോഗ്യനല്ല എന്നാണ് പറയുന്നത്. അദ്ദേഹത്തെ ഏതെങ്കിലും പാർട്ടി പരിപാടിയിൽ പങ്കെടുപ്പിച്ചിട്ടുണ്ടോ എന്നുള്ള ചോദ്യമാണ് ഞാൻ ഉന്നയിച്ചത്. ഒരു മിനിറ്റ് ഞാനൊന്ന് ആയിക്കോട്ടെ ഞാൻ പറയാനേ, നിങ്ങൾ പുറത്താക്കിയ ഒരാള് പുറത്താക്കിയത് വെറുതെ പുറത്താക്കിയതല്ലല്ലോ. VD സതീശൻ പറഞ്ഞത് അദ്ദേഹത്തിന് പരാതി ലഭിച്ച് ഗൗരവകരമായി ആ പരാതി പഠിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾ കൂട്ടായിട്ട് ആലോചിച്ച് പുറത്താക്കിയതാണല്ലോ. അല്ലാതെ എന്താ പറയുക, ഭക്ഷണം കിട്ടാത്തതിൻ്റെ പേരിലോ അല്ലെങ്കിൽ ഒന്ന് മീറ്റിങ്ങിന് വൈകി വന്നതിൻ്റെ പേരിലോ പുറത്താക്കിയതല്ലല്ലോ. പുറത്താക്കിയത് ഇത്തരത്തിൽ ഗൗരവമായ പരാതി കിട്ടിയതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണല്ലോ പുറത്താക്കിയത്. അങ്ങനെ അത്തരത്തിൽ പുറത്താക്കിയ ഒരുത്തനെ കോൺഗ്രസ് പാർട്ടിയുടെ പരിപാടിയിൽ പങ്കെടുപ്പിച്ചിട്ടില്ലല്ലോ എന്ന അഭിമാനത്തോടെ പറയുന്ന ആളുകൾ അവരെ ചുമന്നോട്ടെ. മറ്റുള്ളവർ അവനെ ചുമന്നോട്ടെ എന്ന് പറയുന്നതിൽ എന്ത് ധാർമ്മികത? ഏത് വെള്ളം വാങ്ങി വെക്കേണ്ട ഞാൻ കേട്ടില്ല. പ്രതിപക്ഷ നേതാവിന്റെ വാക്കുകളെ വളച്ചൊടിക്കണ്ട. കൂട്ടായ തീരുമാനമാണ് എടുത്തത്. അദ്ദേഹത്തെ ടാർഗറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ അദ്ദേഹത്തെ നിങ്ങളെ വളഞ്ഞ വഴിയിൽ അതിനുവേണ്ടി ശരിയല്ല. അത്തരത്തിൽ വളച്ചൊടിക്കേണ്ട പ്രതിപക്ഷ നേതാവിന്റെ വാക്കുകളെ എന്നുള്ളതാണ് ഞാൻ സൂചിപ്പിച്ചത്.
ഈ കേരളം മുഴുവൻ കേട്ടതാണ്. പരാതി ലഭിച്ചു. രേഖാമൂലം ഒരു പരാതി ലഭിച്ചു. പ്രതിപക്ഷ നേതാവിന്റെ കയ്യിലോ ഒരു പാർട്ടി പിതൃസ്ഥാനത്ത് നേതൃത്വത്തിന്റെ കയ്യിലോ ഉണ്ട് എന്ന് വളരെ അങ്ങ് ഒരു ബൈറ്റ് പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് വളരെ എവിടെയാണ്? ഗൗരവകരമായ ശരി, ഇടപെടൽ എന്തായാലും ഇതാണ് അദ്ദേഹം തന്നെയാണ് പറഞ്ഞത്. പ്രതിവാദങ്ങൾ. എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിൽ വീണ്ടും പാലക്കാട് മണ്ഡലത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. 38 സൂചിപ്പിക്കാം. ദിവസങ്ങൾക്ക് ശേഷമാണ് ആ രണ്ട് പ്രതിനിധികൾക്കും നന്ദി. സമയക്കുറവുള്ളതുകൊണ്ടാണ് ഇടപെടുന്നത്. ശ്രീ പ്രശാന്ത് ശിവൻ വളരെ നന്ദി. ഒപ്പം തന്നെ തൗഫിക് രാജൻ, കോൺഗ്രസ് പ്രതിനിധി എന്നിവരാണ് ചർച്ചയിൽ അതിഥികളായി പങ്കെടുത്തത്.